നമുക്ക് നേരെ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിൽ പ്രധാനപ്പെട്ട ഒരു സീറ്റ് അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴയിൽ ആരൊക്കെ UDF-നും LDF-നും വേണ്ടി കളത്തിലിറങ്ങുമെന്നതിന്റെ ചെറിയ സൂചനകൾ ഞങ്ങൾ നൽകാം. അപ്പൊ നിലവിൽ വരുന്നത് എം ലിജുവും എ ഷുക്കൂറും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയിൽ ഇടം പിടിക്കുന്നു എന്നുള്ളതാണ്. ആലപ്പുഴയിൽ MJ ജോബിന്റെ പേരും സജീവ പരിഗണനയിൽ. പേര് നമ്മൾ തൃപ്പൂണിത്തുറയിൽ കേട്ടിരുന്നു അല്ലേ? അപ്പൊ ലിജുവിന്റെ പേര് എവിടെയൊക്കെ കേൾക്കുന്നുണ്ട്. ഇനി അമ്പലപ്പുഴ LDF-ലേക്ക് വന്നാൽ അവിടെ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റിനെ ഇറക്കാനുള്ള ആലോചനയാണ്. അപ്പോ സിറ്റിക്ക് MLA ആയ H സലാമിനെ മാറ്റിയേക്കും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. പകരം VS അച്യുതാനന്ദന്റെ പൊന്നോമന പുത്രൻ VS അച്യുതാനന്ദന്റെ മകൻ VS അരുൺകുമാറിനെ കളത്തിലിറക്കി ആ മണ്ഡലം നിലനിർത്താൻ ഒരുങ്ങുന്നു CPM. അപ്പോ എന്ത് സംഭവിക്കും ആലപ്പുഴയിലെ അമ്പലപ്പുഴ അടക്കമുള്ള സീറ്റുകളിൽ നിന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ആരാണുള്ളത്? ഫൈസൽ അസീസ് ഉണ്ട് അവിടെ നിന്ന്. ഫൈസൽ, അമ്പലപ്പുഴയിൽ എങ്ങനെയാണ് രണ്ട് മുന്നണികളിലെയും ചർച്ചകൾ? അപ്പം മറ്റ് സീറ്റുകളിലെ സീറ്റ് നിർണയ ചർച്ചകൾ കൂടി പുരോഗമിക്കുന്നുണ്ടാകും. അവിടുത്തെ സാധ്യതകൾ കൂടി ഒന്ന് പറയും. ജിൻസി സൈഫുദ്ദീൻ, ഏതായാലും അമ്പലപ്പുഴയിൽ ഇപ്പോൾ പ്രധാനമായും കോൺഗ്രസ് പരിഗണിക്കുന്ന രണ്ട് പേരുകളാണ്. ഒന്ന് എം ലിജു, KPCCയുടെ വൈസ് പ്രസിഡന്റാണ് എം ലിജു. അതുപോലെ KPCC ജനറൽ സെക്രട്ടറിയായ A ഷുക്കൂറിന്റെ പേരാണ് പ്രധാനമായും കോൺഗ്രസ് പരിഗണിക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ അവിടെ MLA ആയി തുടരുന്ന H സലാമിനെ മാറ്റാനുള്ള ഒരു നീക്കം CPM-ന്റെ LDF-ന്റെ ഭാഗത്തു നിന്നുമുണ്ട്. അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ നഷ്ടമാവുകയും ചെയ്യുന്നു. LDF-ന്റെ ബ്ലോക്ക് പഞ്ചായത്ത് നഷ്ടമായത്. അതുപോലെ പുറക്കാട് പഞ്ചായത്തും പുന്നപ്ര പഞ്ചായത്തും LDF-ന് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് H സലാമിനെ മാറ്റാനുള്ള ഒരു നീക്കം ഉണ്ടാകുന്നത്. അതിന്റെ H സലാമിനെ മാറ്റി പകരം VS അച്യുതാനന്ദന്റെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകൻ VS അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് LDF നീക്കം എന്നാണ് പുറത്തുവരുന്ന വിവരം എന്ന് പറയുന്നത്. ഈ VS അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന CPM നേതാവ്, ആലപ്പുഴ ജില്ലയിലുള്ള മുതിർന്ന CPM നേതാവ് ഈ VS അരുൺകുമാറിനെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് VS അരുൺകുമാർ ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യത നിലവിലുള്ളത്. അതുപോലെ തന്നെ ആലപ്പുഴ മണ്ഡലത്തിലും ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രധാനമായും ഉയർന്ന UDF-ന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്ന പേര് എന്ന് പറയുന്നത് MJ ജോബിൻ്റെതാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. MJ ജോബിന്റെ പേരാണ്. മറ്റു പേരുകൾ ഉയരുന്നുണ്ടെങ്കിലും ഈ സജീവമായ പേര് എന്ന് പറയുന്നത് MJ ജോബിൻ്റെതാണ്. അതുപോലെ CPM-ലെ LDF-ലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഉള്ളത് ചിത്തരഞ്ജനാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിന്റെ MLA എന്ന് പറയുന്നത്. അതിനു പകരം അദ്ദേഹത്തെ മാറ്റി CPM-ന്റെ നിലവിലെ ജില്ലാ സെക്രട്ടറിയായ R നാസറിന്റെ പേരാണ് ഉയരുന്നത്. നാസർ ആയിരിക്കും ഇത്തവണത്തെ ആലപ്പുഴ മണ്ഡലത്തിലെ LDF-ന്റെ സ്ഥാനാർത്ഥി എന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും UDF-ന്റെ ഭാഗത്ത് നിന്ന് LDF-ന്റെ ഭാഗത്ത് നിന്നായാലും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. അതായത് എല്ലാ മണ്ഡലത്തിലും UDF-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹരിപ്പാട് ഒഴികെ ബാക്കി എല്ലാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഹരിപ്പാട് ഇപ്പോൾ നിലവിൽ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം തന്നെ തുടർന്ന് മത്സരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ മാറ്റും. അതിൽ ഒരു സ്ഥാനാർത്ഥികളെ മാറ്റാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. ഒപ്പം തന്നെ LDF-ലേക്ക് നോക്കുമ്പോഴും അതിലൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം അരൂർ മണ്ഡലത്തിൽ ദലീമിയാണ് ഇപ്പോഴത്തെ MLA. അവരെ മാറ്റി A മാരിഫിനെ ഒരു സാധ്യത കാണുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ മാറ്റങ്ങളുമൊക്കെ ഇരുമുന്നണികളിലും ഉണ്ട് എന്നതാണ് ആലപ്പുഴയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ജിൻസി സൈഫു. അപ്പോൾ ആലപ്പുഴയിലെ സാധ്യതകൾ അങ്ങനെയൊക്കെയാണ്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് അവിടെ വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട്, വലിയ തിരിച്ചുവരവ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തവണയും ആ തിരിച്ചുവരവ് നിലനിർത്താനുള്ള ശ്രമങ്ങൾ UDF നടത്തുമ്പോൾ ഒരു മാറ്റം മുന്നിൽ കണ്ട ഒരു പുതിയ പ്രതീക്ഷ ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കാൻ LDF ശ്രമിക്കുന്നു. LDF-ന്റെ ഉറച്ച കോട്ടയാണ്, പ്രത്യേകിച്ച് CPM-ന്റെ ഉറച്ച കോട്ടയാണ്. പുന്നപ്ര വയലാറിന്റെ മണ്ണാണ്. അത് അങ്ങനെ വിട്ടുകൊടുക്കാൻ ഒക്കില്ല എന്ന ഒരു ദൃഢനിശ്ചയത്തിലാണ് CPM ഉള്ളത്. എന്തായാലും എന്ത് സംഭവിക്കുമെന്ന് എത്ര കണ്ട് നമ്മൾ ഈ മാറ്റങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോഴും ചില സീറ്റുകളിലൊക്കെ ചില ആളുകൾ മാറ്റമില്ലാതെ തുടരുന്നത് നമ്മൾ കാണുന്നുണ്ട്.